ആ കേറി വേണോ? വാ ഇരിക്കണോ? കഴിഞ്ഞോ? എപ്പോഴാ എത്തിയത്? കഴിഞ്ഞു, കുറച്ചു നേരമായി. ഇനി എന്താ പരിപാടി? നാട്ടിൽ പോന്നോ? എന്നാ പിന്നെ ഈ നാട്ടിലങ്ങ് കൂടിയാ പോരെ സാറേ? അതാ സാർ ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ കൂടിക്കോ. സാറടിക്ക് നോക്കട്ടെ. സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലത്. കാറ്റി പോയാൽ പിന്നെ കണക്കാ. ശത്രുക്കൾ നോക്കിയിരിക്കുക. ആ അരവിന്ദന്റെ മകൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടെന്നാ കേൾക്കുന്നത്. സാർ ഏത് സ്റ്റേഷനിലാണെന്ന് അവൻ അന്വേഷിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. അവൻ ആളിത്തിരി കുഴപ്പമെന്നാ കേട്ടത്. പണ്ടത്തെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. സാറ് പേടിക്കണ്ട, ഒന്ന് സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ ഇറങ്ങോ, നാളെ കാണാം. സാറ് പേടിക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. കുടിച്ചത് തന്റെ കള്ള് തന്നെ. തന്നെ സഹായിക്കാൻ പട്ടി വരും. പോടാ. കുറെ പാവങ്ങളെ ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്നവനാ നീ. നരകിച്ചേ ചാവൂടാ. എന്റെ കാശ് കുറെ തിന്നവനാ. നാറി എടുക്കടാ വണ്ടി. ഞാൻ നോക്കിയിരിക്കുവായിരുന്നല്ലോ. അല്പം താമസം. ഒരു കാര്യം ചെയ്യ്, സാറവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം.
എത്ര നാളായ ചായ നമ്മളൊന്ന് കൂടിയിട്ട്. അതല്ലേ തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തന്നെ തന്നെ എന്തോ കാര്യമുണ്ട്. Cheers. എന്താ അച്ഛാ ഒരു വല്ലായ്മ? പോകേണ്ടതാണേ. നിങ്ങൾ പൊക്കോ, എനിക്ക് വരാൻ പറ്റുന്നില്ല. അതെന്നെ പറ്റി? ഇന്നലെ പറഞ്ഞതല്ലയോ? ഇച്ഛ ഇല്ലാതെ എങ്ങനാ? ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല. പൊന്ന് സലോമി, ഞാൻ പറയുന്ന കേക്ക്. ഇച്ചിരി വിഷമത്തിരിക്കുക. എനിക്കൊന്നും കേൾക്കണ്ട. രണ്ടുപേരുടെ മാതാവിൻ്റെ അടുത്ത് ചെല്ലാന്ന് പറഞ്ഞതാ. ഈ ഒറ്റയ്ക്കല്ലല്ലോ, ജോണിക്കുട്ടിയും അവൻ അപ്പനും മക്കളും എല്ലാവരും ഇല്ലയോ? പോയാ പോരെ? എന്നാലും എങ്ങനെയാ ഇച്ഛായന് ഒറ്റയ്ക്ക് 3-4 ദിവസം? അതൊന്നും സാരമില്ല, നീ പോന്നിപ്പോ. ഇപ്പൊ വന്നതേ ഉള്ളൂ ഏട്ടത്തി. ഈ സ്റ്റേഷനിൽ സ്ഥലം മാറ്റോ? നീ എന്നിട്ട് ജോലിക്ക് പോ. ഇനി പറച്ച എന്നതാ പ്രശ്നം? കമ്പനിയിലാകെ പ്രശ്നങ്ങളാണ്. 10-16 ദിവസമായി കമ്പനി സമരം. എന്താ കാര്യം? ബോണസിന്റെ പ്രശ്നമാ. അടച്ചിട്ടത് പോട്ടെന്ന് വെക്കാം. അച്ചായൻ കാര്യം തെളിച്ചു പറ. എൻ്റെ 10-25 ലക്ഷമാ തൊലഞ്ഞത്, സമരം മൂലം പോയത്. എൻ്റെ പൊന്നച്ചായ ഒന്ന് തെളിച്ചു പറ. എൻ്റെ പണം പോയത് പോട്ടെ, എൻ്റെ തൊഴിലാളികൾ എന്നെ പൂട്ടിയിട്ട് എന്നെ തെറിയും വിളിച്ചു. അച്ചായനെ പൂട്ടിയിട്ടെന്നോ? എല്ലാത്തിനും കാരണം ആ യൂണിയൻ നേതാവ് അരവിന്ദനാ. കുറച്ച് പൈസ കൊടുത്ത് മുതുക്കാൻ മേലായിരുന്നു. 1 ലക്ഷം വെച്ച് 3 യൂണിയനും കൊടുക്കാമെന്ന് പറഞ്ഞതാ. ഇവ ഒറ്റ ഒരുത്തനാ സമ്മതിക്കാതിരുന്നത്. മറക്കാൻ പറ്റുന്നില്ല വിജയ. അവൻ ഇനി പുറലോകം കാണരുത്. ആ പഴയ എസ് ഉണ്ടല്ലോ, അവന്റെ ആളായിരുന്നു. ആ അത് വിട്, ഇത് ഞാൻ ഏറ്റു. പക്ഷേ അല്പം ചെലവാണ്. എത്ര പണം ചെലവായാലും പേടിയല്ല, അവനെ ഒതുക്കണം. അതിനാ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കൂടെ നിൽക്കേ വേണം. തീർച്ചയായും. ഓക്കെ. മോളെ അശ്വതി, മോളെ മോളെ എന്ത് പറ്റി? അവനൊരു ചെറിയ പനി പോലെ. സാധാരണ അവൻ ഞാൻ വരുമ്പോ ഓടി വരുന്നതാ. അച്ഛന് ചായ ഇടാം. മോനെ മക്കളെ, കണ്ണൂർക്ക് മക്കളെ, ഉണ്ട് പനി. എന്നാ മക്കളെ, എന്തൊരു ചൂടാ. ഇനി നല്ല പനിയുണ്ടല്ലോ എടി. മോളെ അശ്വതി, കുഞ്ഞിന് നല്ല ചൂടാന്നല്ലോ മോളെ. ആശുപത്രി കൊണ്ടുപോയില്ലേ? കമ്പനിയിലെ സമരമൊക്കെ തീർന്ന മോളെ? അതൊക്കെ കഴിഞ്ഞു. ആ നീ ഡ്രസ്സ് മാറാം, നമുക്ക് ആശുപത്രി പോകാം കുഞ്ഞിനെയും കൊണ്ട്.
സാറേ എന്നാ സാറേ കക്ഷി? ഞാൻ അറിയണം. എന്താ പേര്? ഉണ്ണീന്ന് സാർ. എന്തുണ്ണി? എന്തോ ഒരു ഇരട്ടപ്പെട്ടുണ്ട് സാറേ. നീയാണോ പെരിച്ചായി ഉണ്ണി? അങ്ങനെ വിളിക്കും. ഞാൻ തിരക്കിയിരുന്നേ. ആ, നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. എന്തോ സാറേ? പറയാം. ഇപ്പോഴത്തെ കേസ് എന്തോടാ? സാറേ എനിക്കറിയത്തില്ല. ആ സാറ് എന്നെ ചുമ്മാതെ പിടിച്ചോണ്ട് വന്നതാ. ഞാൻ മോഷണമൊക്കെ പണ്ടേ നിർത്തിയതാ സാറേ. ഇപ്പൊ പിന്നെ നിനക്ക് എന്താ പണി? ഞാൻ വാർക്കപ്പണിക്ക് പോവാ. ആ സാറിനെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറയുന്നത് അനുസരിച്ച ഇനി നിന്നെ ആരും അടിക്കത്തില്ല. എന്താ സാറേ കാര്യം? ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് രക്ഷപ്പെടാം. ജീവിക്കാനുള്ള പണവും ഞാൻ വാങ്ങിത്തരാം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടിക്കൊണ്ടു. സാർ എന്തോ പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഇടികൊണ്ട് വയ്യ സാറേ. എന്നാ ശരി, നീ ഒരു മോഷണം നടത്തണം. എൻ്റെ പൊന്നു സാറേ, ഞാൻ മോഷണം നിർത്തിയതാ. അനുസരിച്ച നിനക്കും പ്രയോജനമുള്ളതാ. അല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടും. എന്നാ പിന്നെ സാറ് പറയുന്ന പോലെ ചെയ്യാം. അവസാനം എന്നെ പറ്റിക്കുമോ? ഇല്ലടാ, നീ ധൈര്യമായിട്ട് നിൽക്കും. അല്ല, എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല സാറേ. എന്നാലും കാര്യം ചെയ്യും. വൈകിട്ട് നമുക്ക് കോട്ടേഴ്സ് വെച്ച് കാണാം. അവിടെ വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. നീ ഇപ്പോൾ പോകും. എന്നാ ശരി. പിന്നെ വല്ല വേറെത്തരങ്ങൾ കാണിച്ചാ? അയ്യോ ഇല്ല സാറേ, ഞാൻ വരാം. ശരി. ആ ശരി സാർ. ഹലോ, ഏട്ടൻ എപ്പോഴാ വരുന്നേ? ഞാൻ മോനെ കൊണ്ട് ആശുപത്രിയിലാ. അവന് നല്ല പനിയാ. ആ, അച്ഛൻ നിന്നായിരുന്നു. ഇപ്പൊ പുറത്തോട്ട് പോയതേ ഉള്ളൂ. ആ, ട്രിപ്പ് ഇട്ടേക്കുവാ. ഒന്ന് തരാം. വൈകിട്ട് വരാൻ പറ്റുമോ? എങ്കിൽ വേഗം വരണേ. അച്ഛന് പോയേ പറ്റുമോ? അമ്മ വീട്ടിൽ തനിച്ചല്ലേ. ആ, ഞാൻ അവൻ്റെ ഒരു ഫോൺ കൊടുക്കാം. എന്തോ പറയണമെന്ന്. ഇതാണ്. ഹലോ അച്ഛ, അച്ഛ എപ്പോഴാ വരുന്നത്? മോന് പനിയാ, പെട്ടെന്ന് വരണേ. ചക്കര ഉമ്മ. ഓക്കെ, വയ്ക്കട്ടെ. എന്നാ അമ്മേ. ഹലോ, എങ്കിൽ വെക്കട്ടെ ഏട്ടാ. ആ, അവൻ കഞ്ഞി കുടിച്ചു. ആ, എങ്കിൽ ശരി. അവൻ വിളിച്ചോ മോളെ? ആരോന്നെ വിളിച്ചതേ ഉള്ളൂ അച്ഛാ. കുഞ്ഞിന് നല്ല പനിയുണ്ടല്ലേ? അച്ഛൻ നാളെ വീട്ടിലോട്ടൊന്ന് പോട്ടെ മോളെ. വീട്ടിലെ കാര്യങ്ങൾ കുറച്ചൊക്കെ നിനക്ക് അറിഞ്ഞൂടെ? അമ്മയ്ക്ക് നല്ല സുഖമില്ല. വൈകുന്നേരം ഡോക്ടറെ പോയി കാണാം. മോളെ, ഇനിയെങ്കിലും നിങ്ങൾ ജീവിക്കാൻ നോക്കണം. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ അറിഞ്ഞു. പാർട്ടി പരിവട്ടമായിട്ട് നടന്നാൽ മതിയോ? ജീവിതത്തിലേക്ക് വരണ്ടേ? ഒരു കുഞ്ഞു കാലമായില്ലേ? എനിക്ക് പറയാനല്ലേ പറ്റുമോ അച്ഛാ? വേണ്ടതുപോലെ ചെയ്യാം സാർ. ശരി സാർ, ചെയ്യാം സാർ, ചെയ്യാം. ആ, ഓക്കെ സാർ. നമസ്കാരം സാർ. മേലോട്ടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണോ പരാതിയായിട്ടൊക്കെ വരുന്നത്? അമ്പലത്തിലെ പ്രസിഡന്റാണ്. SP സാറിന്റെ ബന്ധുവാണ്. എപ്പോഴാണ് മോഷണം നടന്നത്? രാത്രിയിലായിരിക്കും. പൂജാരി വന്ന് അമ്പലം തുറന്നപ്പോഴാണ് അറിയുന്നത്.
വെച്ചാണോ അവൻ അകത്ത് കിടന്നത്? അല്ല സർ, ഭിത്തി തുറന്നാണ് അകത്ത് കയറിയത്. ഓഹോ. ആ ഭിത്തി തുറന്നാണ് മിക്കവാറും പെരിച്ചാടിയായിരിക്കും സാർ. എന്നാ അവനെ പൊക്കോ. ഓക്കെ സാർ. ആ, നിങ്ങൾ പൊക്കോ, ഞാൻ വേണ്ടത് ചെയ്യാം. ശരി സർ. അച്ചായ, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ആ പിരിച്ചാരിക്ക് പറഞ്ഞ പണം കൊടുത്തില്ലെങ്കിൽ പണി പാടും. എത്ര കൊടുക്കണം? അവന് 1,00,000. പിന്നെ എൻ്റെ കാര്യം അച്ചായനെ തന്നാ പൊക്കോ. എപ്പോ പൊക്കിന്ന് ചോദിച്ചാൽ മതി അച്ചായ. കാശ് അക്കൗണ്ടിൽ ഇട്ടാ പോലെ മതി. എന്നാ ഞാൻ നമുക്ക് വൈകിട്ടൊന്നും കൂടെ. ആ സാറേ. ആ സാറേ, എന്താ വിളിപ്പിച്ചേ? നേതാവോ? ഇരിക്കും, പറയാം. സാർ വന്നോടെ. ആ എസ് ഐ വരാൻ താമസിക്കുമോ? സാർ വന്നേക്കൂ. ഇല്ല, ഓടിച്ച് തിരക്കുണ്ടായിരുന്നേ. കുഞ്ഞു ഹോസ്പിറ്റലിലാ. ഇതാ സാറേ, ഇതാ അരവിന്ദ്. അരവിന്ദ്. ആ എന്താ സാറേ കാര്യം? കാര്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും ചെല്ലാം. ഈ കേസിന്റെ റിപ്പോർട്ട് ഇന്നലെ കിട്ടും. ഓക്കെ. എന്നിട്ട് പുനലൂരിലെ കേസല്ലേ? അതെ, അതിന് മറ്റേ വിളിച്ചിട്ട് കുഴപ്പക്കാരനാണെന്ന് പറയുന്നത്. ആ ഓക്കെ, ഓക്കെ. ആ ഓക്കെ. ഇപ്പോൾ തന്നെ കൊടുക്കും. സാറേ, അത് വണ്ടി ഇല്ല എന്ന് പറയുന്നു. എന്റെ വണ്ടി താഴെയുണ്ട്. എന്റെ വണ്ടിയാണ്. ആ ഓക്കെ. ഓക്കെ. ഇരിക്കൂ അരവിന്ദ്. ഞാൻ അരവിന്ദിനെ വിളിപ്പിച്ചതേ ഒരു സഹായത്തിന് വേണ്ടി. ഞങ്ങളോട് പരമാവധി സഹകരിക്കും. അതിനെന്താ സാറേ, എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായവും സാറിനുണ്ടാവും. അരവിന്ദിന് ഇന്നലെ രാത്രി എവിടെയായിരുന്നു? സാറേ, ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. തിരുവനന്തപുരത്ത് വരെ പോയിരുന്നു. തിരുവനന്തപുരത്ത് ഇത്ര അത്യാവശ്യമായിട്ട് എന്തിനാണ് അരവിന്ദൻ പോയത്? നേതാവ് എപ്പോഴായിരുന്നു തിരുവനന്തപുരം പോയത്? ഇന്നലെ ഞാൻ ഇന്നലെ രാവിലെ പോയി സാറേ. എന്താ സാറേ കാര്യം? സാറിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനൊരു സുഹൃത്തിനെ കാണാൻ പോയിരുന്നതാണ്. എന്തുവാ കാര്യം? പിടയ്ക്കാതെ അരവിന്ദ, ബാക്കി കാര്യം കൂടി ഒന്ന് പറ. എന്ത് കാര്യം സാറ്? കാര്യം പറ. നീ എന്താണ് പൊട്ട കളിക്കുന്നോ? സ്വർണം വിൽക്കാനാണ് നീ തിരുവനന്തപുരത്ത് പോയത്? സ്വർണ്ണോ? ഏത് സ്വർണ്ണം? അമ്പലത്തിലെ സ്വർണം. അരവിന്ദിന് പെരിച്ചാരി ഉണ്ണി അറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? സുഹൃത്താണോ? സുഹൃത്തൊന്നും അല്ല, ഒരു പരിചയക്കാരനാണ്. അലക്സേ, ആ വാ നേതാവേ, നമുക്ക് അപ്പുറത്തോട്ടിരിക്കാം. എന്താ സാറേ? വാ പറയാം, വാ. എന്താണോ? പഠിച്ചു തുടങ്ങാം സാറേ. നല്ല ചെയ്ത് ചെയ്തിട്ടുള്ളൂ. എന്താ സാറേ പ്രയോജനം? എന്നിട്ട് അനുസരിച്ചോ? ഇനിയെങ്കിലും നീ പറ, സ്വർണം എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്?
അതോ നീ വിറ്റോ? ഞാൻ എടുത്തിട്ടില്ല സാറേ, എനിക്കറിയില്ല. അതൊക്കെ ഞാൻ തെളിയിച്ചോളാം. അവിടെ ഇത് തന്നെയാണല്ലോ ദേവിയുടെ മാല അല്ലേ? അതെ 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 സർ. ഉറപ്പാണല്ലോ? ആണ് സർ. സാറേ അമ്പലത്തിലെ ചെറുപ്പം നടക്കുക, എന്നാല് ഇത് ഇന്ന് തന്നിടാൻ പറ്റും. അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. പ്രതിയെ കിട്ടിയിട്ടുണ്ട്, 93 കോടതിയിൽ ഹാജരാകണം, അങ്ങനെ നിയമ പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ആ റൈറ്ററെ കണ്ടിട്ട് ഇതൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പോകണം. ഓക്കെ, ശരി. അപ്പം ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ സർ? നിങ്ങളിപ്പോൾ ഇനി അവനെ കാണാൻ പറ്റുന്ന. ഓക്കെ, ശരി. ശരി, ആയിക്കോട്ടെ. സാറേ എന്താണോ? ഇപ്പൊ കൊണ്ടുവന്നോ? ആരെ? അരവിന്ദനോ? സാറേ ഓ, മറ്റേ അരവിന്ദനോ? മറ്റേ മോശം കേസിലെ പ്രതിയെന്നോളൂ. ഏട്ടാ മോഷ്ടിച്ചിട്ടില്ല സാറേ. എന്നറിയുന്ന എനിക്ക് സാർ, ഞാൻ സാറിനോട് സംസാരിക്കാം. വിളിക്കോ? കേസ് കുറച്ച് കുഴപ്പ കേസാണ്. നിങ്ങളിതിപ്പോൾ ആരെങ്കിലും പാർട്ടിക്കാരെയോ അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാവും. എടോ, തന്നെ സാറ് വിളിക്കുന്നതോട് ചെല്ലു. പേരെന്താ? ശരി, പേടിക്കണ്ട, ഭർത്താവ് ഒന്നും സംഭവിക്കില്ല. സാർ എൻ്റെ ചേട്ടൻ നിരപരാധിയാണ്. ചേട്ടൻ ഇന്നേ വരെ ആരുടെ കയ്യിൽ നിന്ന് ഒരു 10 പൈസ പോലും വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ആ കള്ളൻ പെരിച്ചാഴി കണ്ടതായിട്ടാണ് മൊഴി. അതുകൊണ്ട നിങ്ങളുടെ വീട്ടിൽ നിന്നാ 90 മുതൽ കിട്ടിയത്. ഇതാരുടെ ചതിച്ചതാ സാറേ? സാറേ എനിക്ക് ചേട്ടനെ ഒന്ന് കാണണം. ആ അമ്പലം പ്രസിഡന്റ് ബന്ധുവാണ് എസ് പി സാർ. ഇപ്പോൾ അരവിന്ദൻ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇനിയിപ്പോ ഒരാളെ വിചാരിച്ച രക്ഷപ്പെടാം. ഈ ആന്റണി മുതലാളിയും എസ് പിയുമായി നല്ല അടുപ്പത്തിലാണെന്നാണ് കേട്ടത്. അല്ല, എനിക്ക് ഈ മുതലാളിയെ നേരിട്ട് അറിയുന്നില്ല. ഈ പോലീസുകാരായ ഇതൊക്കെ എന്നോട് പറഞ്ഞത്. അത് മാത്രമല്ല, ഞാനിപ്പോൾ സ്ഥലം മാറി വന്നതല്ലേ ഉള്ളൂ.
സാർ ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അയാളെ കൊണ്ടൊന്ന് പറയിച്ച ചിലപ്പോ കാര്യം നടക്കും. അശ്വതിന്റെ കാര്യം ചെയ്യും. ആ ആന്റണി മുതലാളിയെ ചെന്ന് നേരിട്ട് കാണാം. എന്നെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും. പോയി കാണാം. നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. നാളെ കോടതി, ജയിൽ. നിന്റെ ജാമ്യത്തിന് പോലും ആരും വരത്തില്ല. ഇനി നീ പുറലോകം കാണത്തില്ല. അതിനുള്ള പണിയെല്ലാം ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ എന്താ വിചാരിച്ചേ? എടാ, ആന്റണി അച്ഛനാടാ എന്നെ സ്ഥലം മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതും അദ്ദേഹത്തിന് വേണ്ടി. അപ്പൊ എന്നെ ചതിച്ചതല്ലയോ? അതേടാ, ചതിച്ചതാ. ആന്റണി അച്ഛനെ പിണക്കിയിട്ട് നീ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതി അല്ലടാ? നിന്റെ പെണ്ണേ ആന്റണി അച്ഛനെ കാണാൻ പോയിട്ടുണ്ട്. ഇവിടെ വന്നായിരുന്നു. ഞാനാ പറഞ്ഞു വിട്ടത്. ഹലോ, ആ പറയച്ചേ. ആ ഓക്കെ, ഞാൻ വരാം. ഓക്കെ ഓക്കെ, വെച്ചോ. എന്താ 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 അച്ഛൻ എന്തായി കാണിച്ചത്? പറ്റിപ്പോയി. അച്ഛൻ എന്തോ കാണിച്ചത്? എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കൊലക്കുറ്റം അച്ചായ വഴി എണ്ണേണ്ടി വരും. പറ്റിപ്പോയി. എന്തു ചെയ്യാനാ? അകത്ത് കിടക്കാം. ചതിക്കല് വിജയ, ഞാൻ എന്ത് വേണം തരാം. ഇതിപ്പോ എന്ത് ചെയ്യാനാ? എൻ്റെ കയ്യിൽ നിൽക്കുവോ? ഞാൻ ആ റബ്ബർ തോട്ടം എഴുതി തരാൻ വിജയ. ശലോമി വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. നാട്ടുകാരെ ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അച്ഛൻ ഒന്നും വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. ഹലോ, ഓക്കെ, ഞാൻ ഉടനെ എത്താം. ഓക്കെ അച്ഛാ, ഞാൻ സ്റ്റേഷൻ വരെ പോകാം. എന്ത് കാര്യം? ആ അരവിന്ദൻ കയറി തൂങ്ങി ചത്തോ അറിയില്ല. അച്ഛൻ ഒരു കാര്യം ചെയ്യും, കഥ കടച്ച് അത് തന്നെ ഇരിക്കും. ഞാൻ വൈകുന്നേരം വരാം, എന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഓക്കെ.
ആ താനെല്ലാം ശരിയാക്കി ഞാൻ വരാം. ആ പിന്നെ കാണാമെന്ന് പറയണം. ഓക്കെ. സാറേ എഴുന്നേക്കടാ അങ്ങോട്ട്. ആരാ നീ? ആരാ നീ? എഴുന്നേക്കടാ ഇങ്ങോട്ട്. നീ ആരാ? നീ ആരാ? നീ എന്തിനാ കെട്ടിട്ട്? നിനക്ക് ഈ സ്ഥലം ഓർമ്മ ഉണ്ടോടാ? നീ ആരാ? നിനക്ക് എന്തോ വേണ്ടത്? ഞാൻ ആരാ നിനക്ക് ഇപ്പൊ പറഞ്ഞ? ഇങ്ങോട്ട് നടക്കടാ. നീ ആരാ? നിനക്ക് എന്ത് വേണം? നിന്നെ കൊല്ലാനാടാ കൊണ്ടുവന്നേ. ഈ സ്ഥലം നീ മറന്നോ? അശ്വതി അരവിന്ദനെ നീ മറന്നോടാ? അവരുടെ മോനാടാ ഞാൻ. ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിനാടാ. എന്റെ അമ്മയെ കൊന്നിട്ട് ഇവിടെ ഇല്ലോടാ. നിന്റെ അന്തി ഇവിടെ തന്നെ. പോയി ചാവടാ. പോയി ചാവ്. ഹലോ, ആരാ? ഞാനാരെ കൊന്നിട്ടില്ല.